അങ്ങനെ ലെവൽ ക്രോസ് മൂവി കണ്ടു. ട്രെയിലർ കണ്ടപ്പോൾ തൊട്ട് പടം കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു പടമായിരിക്കും എന്ന് വിചാരിച്ച് തന്നെയാണ് പോയത്. അത് എത്രമാത്രം സാറ്റിസ്ഫൈ ചെയ്തു എന്നുള്ള കാര്യമാണ് ഞാൻ എന്തായാലും എൻ്റെ ഈ റിവ്യൂവിൽ പറയുന്നത്. എനിക്ക് മാത്രം തോന്നുന്ന കാര്യമാണ് പറയുന്നത്. ഇപ്പം പടത്തിൽ 3 പേരേ ഉള്ളൂ. ഷറഫുദ്ദീൻ, ആസിഫ് അലി, അമല പോൾ. ഇവർ 3 പേരുമേ ഉള്ളൂ പടത്തിൽ. പിന്നെ ട്രെയിനും. ഇത്രയും ആളുകളാണ് അതിനകത്തുള്ളത്. ട്രെയിനും ഒരു ലെവൽ ക്രോസും ഒരു വീടും. ഇത് മാത്രമാണ് ആ പടത്തിലുള്ളത്. പടം ഓവറോൾ പറയുകയാണെങ്കിൽ നമ്മുടെ യുക്തിപരമായിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി എങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കാണ്ട് പടം കാണുകയാണ് എങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. കുറച്ചൊരു സൈക്കോ മൂവി എന്ന് പറയാം. സൈക്കോയുടെ ഒരു എക്സ്ട്രീം മൂവി എന്നൊക്കെ പറയാം. അത് കുറച്ച് സ്ലോ പേസിൽ പോകുന്ന, കുറച്ച് പതിയെ പോകുന്ന, അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട് പടത്തിൽ. പിന്നെ ആ ഒരു ലൊക്കേഷൻ, ഇതൊക്കെ എവിടെയാണ്, ഈസ്റ്റേൺ റെയിൽവേ എന്നൊക്കെ പറഞ്ഞൊരു ബോർഡൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഡയറക്ടർ ബ്രില്യൻസ്. ഇത് എവിടെയാണെന്ന് നമ്മൾ ചിന്തിക്കില്ല. അപ്പം നമ്മൾ എവിടെയാണ് സ്ഥലം എന്നൊന്നും പറയുന്നില്ല. പക്ഷെ നമുക്ക് ആ ലെവൽ ക്രോസിലെ ആ വീട്ടിൽ വെച്ചിരിക്കുന്ന ബോർഡ് കാണുമ്പോൾ ഇത് ഇന്ന സ്ഥലത്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ബോർഡൊക്കെ ജസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ട്. വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റില്ല എങ്കിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാം ഈസ്റ്റേൺ റെയിൽവേ. അപ്പം അങ്ങോട്ടുള്ള ഭാഗങ്ങളിലാണ് സ്ഥലം. അതുപോലത്തെ ഒരു മരുഭൂമി പോലത്തെ ഒരു സ്ഥലം, അതെവിടെയാണെന്നൊന്നും പറയുന്നില്ല. ആസിഫ് അലി ഗേറ്റ് കീപ്പറായിട്ട് നിൽക്കുന്നു. ആസിഫ് അലിയുടെ ആണ് ഒരു 10 മിനിറ്റ്, പടം തുടങ്ങുമ്പോൾ ഒരു 10 മിനിറ്റ് കാണിക്കുന്നത് ആസിഫ് അലിനെയാണ്. ആസിഫ് അലി ചെയ്യുന്ന റൊട്ടീനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒറ്റയ്ക്ക് താമസിക്കുന്ന ആസിഫ് അലി ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രവർത്തികൾ കാണിക്കുന്നു ഒരു 10 മിനിറ്റ്. അതിനുശേഷം അമല പോൾ ട്രെയിനിൽ നിന്ന് വീഴുന്നു, ആസിഫ് അലിയുടെ അടുക്കലോട്ട് വരുന്നു. അതിനുശേഷം അവർക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു കുറച്ച് കണക്ഷൻസും അവരുടെ ജീവിത സാഹചര്യങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻസും, പിന്നെ ചെറുതായിട്ട് ആസിഫ് അലിക്കും അമല പോളിനും ഉണ്ടാകുന്ന ആ ഒരു ഇഷ്ടവും അതും ഇതൊക്കെ കാണിക്കുന്ന ആ ഒരു ആദ്യം കുറച്ച് ഇന്റർവെൽ വരെയൊക്കെ കുറച്ച് ക്രിഞ്ച് എവിടെയൊക്കെയോ അടിക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുന്നത്, ഇന്റർവെൽ കൊണ്ട് ചവിട്ടിയിരിക്കുന്നത് എവിടെയൊക്കെയോ ഏതൊക്കെയോ ഒരു സിനിമയിൽ കാണിച്ചിരിക്കുന്ന പോലത്തെ ഒരു ഇന്റർവെൽ പഞ്ച് എവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പോലത്തെ ഒരു ഇന്റർവെൽ പഞ്ചാണ്. പക്ഷെ അതിനുശേഷം ഇന്റർവെൽ കഴിയുമ്പോൾ പടം ഒന്ന് ഉയരുന്നുണ്ട്. ഇന്റർവ്യൂവിൽ മോശം എന്നല്ല പറയുന്നത്. ഞാൻ ഉള്ള കാര്യം പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ കാര്യങ്ങൾ പറയാം. എനിക്ക് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പടം വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെയധികം ഇഷ്ടപ്പെട്ടു. കാണാൻ പറ്റുന്നത് ഇപ്പോൾ നമ്മളൊരു 200 രൂപ മുടക്കുകയാണെങ്കിൽ നമുക്ക് ആ 200 രൂപയ്ക്ക് വർത്തായിട്ടുള്ളൊരു മൂവിയാണ്. പിന്നെ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. സെക്കൻഡ് ഹാഫ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ പടത്തിൻ്റെ ഒരു തലങ്ങളൊക്കെ മാറുന്നു. നമുക്ക് കുറേയൊക്കെ അവിടെ എവിടെയൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ക്ലൈമാക്സിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ സംഭവിക്കൂടെ, ഒരാൾ ട്രെയിനിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ അയാളുടെ നെറ്റിയിൽ മാത്രം ഒരു ഇച്ചിരി മുറിവ്, അല്ലെങ്കിൽ കാലിൽ മാത്രം ചെറുതായിട്ടൊരു തൊലി പോകുന്നു, അത് മാത്രമാണോ ഓടിക്കൊണ്ടിരിക്കുന്നത് ട്രെയിനിൽ നിന്ന് വീഴുമ്പോൾ സംഭവിക്കുന്നത്? അതേപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലൈമാക്സ് വരുമ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഭാഗങ്ങൾ, ഒരു ഡോക്ടറെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഡോക്ടറെ മറ്റൊരാൾ ഞാൻ ഡോക്ടർ ആണ് എന്ന് പറയുമ്പോൾ എങ്ങനെ തെളിവ് കൊടുത്ത് നമുക്കങ്ങനെ മനസ്സിലാക്കാം എന്നൊക്കെ ആ ഒരു ചിന്തയൊക്കെ ഉണ്ട്. ഇത്രയും കിടന്ന് പറയുന്നത് എൻ്റെ ഒരു ID കാർഡോ അല്ലെങ്കിൽ ഞാൻ ഡോക്ടർ ആണെന്ന് തെളിയിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ പോലെ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അവസാനമായിട്ട് ഇഷ്ടപ്പെടും ഒരാളുടെ തല ഒരു സാധനം വെച്ച് അടിച്ചിട്ട്, ഒരു ഹാമർ പോലത്തെ ഒരു സാധനം വെച്ച് അടിച്ച് പൊളിച്ചിടുന്നുണ്ട്. അത് മിക്ക സിനിമയ്ക്കകത്ത് അതൊന്നും കാണിക്കാറില്ല. അത് കാണിക്കാൻ പാടില്ലാത്തതുകൊണ്ടായിരിക്കും സെൻസറിങ്ങിൻ്റെ എന്തെങ്കിലും പ്രശ്നം. പക്ഷേ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. തല ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നത്, തല ഇങ്ങനെ ചതഞ്ഞു കിടക്കുന്ന ആ ഒരു ഇത് കാണിക്കുന്നുണ്ട്. അത് കാണിച്ചത് കുറച്ചും കൂടി ഇതായിട്ട് തോന്നി. ഞാനിപ്പോൾ സൈക്കോ നിങ്ങൾ വിചാരിക്കുന്നത് കേട്ടോ. അതൊക്കെ ഒരു ഇച്ചിരി നല്ലൊരു കാര്യമായിട്ട് തോന്നി. കുറച്ചും കൂടിയൊക്കെ ആ ഒരു ഡെപ്ത് കിട്ടുന്നുണ്ട് പടത്തിനത്. പിന്നെന്തോ ഓവറോൾ പടം അടിപൊളിയാകട്ടോ. നമ്മൾ ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ വത്താണ്. ചിന്തിക്കരുത് പിന്നെ ഒരുപാട് ഇങ്ങനെയൊക്കെ പറ്റുമോ അങ്ങനെയൊക്കെ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് കൂലങ്കർഷമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് ഇഷ്ടപ്പെടില്ല. പിന്നെ ആസിഫ് അലിയുടെ ഒരു അടിപൊളി തകർപ്പൻ പടം കാണാം എന്ന് പറഞ്ഞു പോയി കാണരുത്. നമ്മൾ ഈ പടത്തിൽ പെട്ടിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലൂപ്പിലോട്ട് പെട്ടുപോവുകയാണ്. ആരാ, ഷറഫുദ്ദീനാണോ, അമല പോൾ ആണോ, അതോ ആസിഫ് അലി ആണോ, ഇവർക്ക് ആർക്കാണ് ആരാണ് സൈക്കോ, എന്താണ് എന്നൊരു ലൂപ്പിലോട്ട് പെട്ടു പോകുന്നുണ്ട്. അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ ഈ പടം ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നമ്മളിന്ന് ചിന്തിക്കുന്നത്, നമ്മളൊന്നിങ്ങനെ ജസ്റ്റ് കറങ്ങിയിട്ട് അങ്ങനെയാണല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു ജോണറിലുള്ളൊരു പടമാണ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ സൂപ്പറായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. ഞാൻ തിയേറ്ററിൽ ചെന്നപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 10 പേരില്ലെങ്കിൽ ഷോ നടക്കില്ല എന്ന്. ഞാൻ ചെന്നപ്പം അവിടെ ഒരു 3-4 പേരുള്ളൂ. പിന്നെ ആളുകൾ വരുമ്പോൾ ഞാൻ എണ്ണുമായിരുന്നു, ഇങ്ങനെ 10 പക്ഷെ ആ ഒരു ഷോ ഉണ്ടായിരുന്നുണ്ടോ. ഞാൻ ഉള്ള കാര്യം പറയാം, തിയേറ്ററിനകത്ത് 2 സ്ക്രീൻ അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഈ നമ്മുടെ ലെവൽ ക്രോസ് നടന്നുകൊണ്ടിരുന്ന സ്ക്രീനിൽ ഞങ്ങൾ ഒരു 6-7 പേരേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടുത്തെ ആളുകൾ തന്നെ അടുത്ത് കയറിയിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്.
അപ്പം എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ആളുകൾക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല, ഈ പടത്തിന് ആരും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു, ഇങ്ങനെ ഒരു പടം ഇറങ്ങുന്ന കാര്യം. പബ്ലിസിറ്റി കുറവായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ അമലാപോളിൻ്റെ ആ ഇഷ്യൂ ഒക്കെ വന്നത് കൊണ്ടും കുറച്ചും കൂടി ആളുകൾ അറിഞ്ഞു എന്ന് തോന്നുന്നു. അതിലൊക്കെ എന്തല്ലേ പറയുക, അതൊന്നും നമുക്ക് ഈ റിവ്യൂവിൽ പറയണ്ട, അതിന് നമുക്ക് വേറെ റിവ്യൂ ചെയ്യാം. അപ്പം എന്തായാലും പടം കൊള്ളാം, നല്ലൊരു പടമാണ്. നാളെ തൊട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ റിവ്യൂസിൻ്റെയൊക്കെ അല്ലെങ്കിൽ മെയിൻ റിവ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് ആളുകൾ കയറുമെന്ന് തോന്നുന്നു. കണ്ടിരിക്കാതെ പടമൊക്കെ നല്ല പടമാണ്. ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ എന്നോട് ചേട്ടൻ ചോദിച്ചു, ഞാൻ താഴത്ത് വന്നപ്പോൾ ആ തിയേറ്ററിൻ്റെ കുറച്ച് ഇതൊക്കെ നടക്കുമായിരുന്നു, മെയിൻ്റനൻസ് വർക്ക് നടക്കും. അപ്പോൾ ചേട്ടൻ ചോദിച്ചു, എടാ ഏത് പടം മോനെ കണ്ടെന്ന് വെച്ചപ്പോൾ ലെവൽ ക്രോസ് കണ്ടപ്പോൾ അവിടെ എടുത്ത ബാക്കി വെച്ച് ബോറടിക്കുമോ മോനെ എന്നാണ്. ബോറൊന്നും അടിക്കില്ല, പടം ഉറപ്പായിട്ടും ആ ഒരു സ്ലോ പേസിലാണ് പോകുന്നതെങ്കിലും ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതൊക്കെ ആ പടത്തിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്, ആ ലൊക്കേഷൻ ചേർന്ന് നിൽക്കുന്നുണ്ട്, ആ ഒരു സെറ്റപ്പ്. പിന്നെ ആസിഫിലയുടെ ഒരു അഭിനയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി. ആ ഒരു പുള്ളിയുടെ ആ ലുക്കും ആ ഒരു എക്സ്പ്രഷൻസും ചെറിയൊരു ചിരിയൊക്കെ ഉണ്ട് പുള്ളിനെ. അമലാപോളിനെ കണ്ടു കഴിയുമ്പോൾ പുള്ളിക്ക് ഒരു കുഞ്ഞു ചിരിയൊക്കെ ഉണ്ട്. ആ ചിരിയിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പം ആ ഒരു എക്സ്പ്രഷൻസ് കൊണ്ടൊക്കെ പുള്ളിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആസിഫിയുടെ ആ ഒരു സ്ഥിരം ജോണറിലുള്ള അഭിനയത്തിൽ നിന്ന് മാറിയിട്ട് ആ ഒരു അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ പടം എങ്ങനെ അടിപൊളി, എല്ലാവരും പോയി കാണാം, സൂപ്പർ പടം. ഞാൻ ഗ്യാരണ്ടി ഒന്നും പറയണില്ല, കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും തോന്നുന്നില്ല. ഞാൻ പറഞ്ഞ ഒരു സ്ലോ പേസിലാണ് പടം പോകുന്നത്, ഒരിക്കലും ഒരു കൊമേഴ്ഷ്യൽ ഇതായിട്ട് ഒരു തട്ടുപൊളിപ്പൻ പാട്ടോ ഡാൻസോ അങ്ങനെയൊന്നുമില്ല. ഒരു സ്ലോ പേസിൽ പോകുന്ന ഒരു സൈക്കോ പടം, അത്രയേ ഉള്ളൂ പടം. ഒരു പാട്ടുണ്ട്, പാട്ട് കൊള്ളാം കേട്ടോ, കുഴപ്പമില്ല, നല്ല നൈസ് പാട്ടാണ്. നിങ്ങൾ തന്നെ പോയിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ആരാണ് സൈക്കോ, ആർക്കാണ് പറ്റുക, എന്താണെന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അത്രേ ഉള്ളൂ, പടം കൊള്ളാം.